ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു റിവ്യൂ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഹോം ബേക്കേഴ്സിനെല്ലാം ഒരുപാട് യൂസ്ഫുൾ ആവുന്ന ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ ഒരു ഡിഷ് വാഷറിൻ്റെ റിവ്യൂ ആണ് ഞാനിവിടെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ മുന്നേ ഒരു വ്ളോഗിലെല്ലാം കാണിച്ചിട്ടുണ്ടായിരുന്നു ഡിഷ് വാഷർ വാങ്ങിച്ചതും അതിൽ പാത്രങ്ങൾ വാഷ് ചെയ്തെടുക്കുന്നതെല്ലാം. അപ്പോൾ കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ യൂസും അതുപോലെ തന്നെ ഇത് എത്രത്തോളം നമുക്ക് യൂസ്ഫുൾ ആണെന്നുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് കാര്യമുണ്ടോ എന്നുള്ളതൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ വാഷ് ചെയ്തിട്ടുള്ള പാത്രങ്ങളാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്കിതിൽ ഏത് പാത്രങ്ങളാണ് യൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂട് തട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉരുകിപ്പോവാത്ത അങ്ങനത്തെ രീതിയിലുള്ള പാത്രങ്ങൾ ഏതും യൂസ് ചെയ്യാം കേട്ടോ. നല്ല ഹൈജീനിക് ആയിട്ട് തന്നെ നമുക്കിത് വാഷ് ചെയ്തിട്ട് വരുന്നുണ്ട്. നല്ല ക്ലീൻ ആവും. നമ്മൾ സാധാരണ വീട്ടിൽ വാഷ് ചെയ്തെടുക്കുന്നതിനേക്കാളും ഡബിളായിട്ട് തന്നെ നമുക്കിത് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗ്ലാസ് എല്ലാം പുതിയ ഗ്ലാസ് പോലെ തന്നെ ഉണ്ടായിരിക്കും എല്ലാ പാത്രങ്ങളും. ഇതിന് കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഗ്ലാസിൻ്റെ പാത്രങ്ങളും അതുപോലെ സ്റ്റീൽ പാത്രങ്ങളെല്ലാം നന്നായിട്ട് തന്നെ പുതിയ പാത്രങ്ങൾ പോലെ നമുക്ക് ക്ലീൻ ചെയ്തിട്ട് വരുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഇതൊക്കെ ഒരു കണ്ണാടി പോലെ നമുക്ക് നോക്കിയെടുക്കാൻ പറ്റും. അത്രയും നന്നായിട്ട് ഇത് ക്ലീൻ ചെയ്തിട്ടാണ് ഓരോ പാത്രങ്ങളും നമുക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യണത് ഹാഫെലിൻ്റെ ഡിഷ് വാഷറാണ്. അപ്പോൾ ഏറ്റവും 2 ട്രേ ആയിട്ടാണ്, 2 തട്ടായിട്ടാണ് നമുക്ക് ഈ ഒരു ഡിഷ് വാഷറിൻ്റെ ഉള്ളിലായിട്ട്. അപ്പോൾ ഇത് 2 റാക്കായിട്ട് വന്നതുകൊണ്ട് തന്നെ നമ്മൾക്കിപ്പോൾ പാത്രങ്ങളൊക്കെ സാധാരണ മറ്റേ സ്റ്റാൻഡ് യൂസ് ചെയ്യൂല, പാത്രങ്ങളെല്ലാം വാഷ് ചെയ്തിട്ട് അതേപോലെ തന്നെയുള്ള സ്റ്റാൻഡുകളാണ് ഉള്ളിൽ വരുന്നത്. ആ സ്റ്റാൻഡുകളിൽ നമ്മൾ പാത്രങ്ങളെല്ലാം കമിഴ്ത്തി വെച്ച് കൊടുത്തിട്ടാണ് വാഷ് ചെയ്യേണ്ടത് കേട്ടോ. സ്റ്റീൽ പാത്രങ്ങളൊക്കെ നല്ല പുതിയ പാത്രങ്ങൾ പോലെ നമുക്കിത് വാഷ് ചെയ്തിട്ട് വരുന്നത് കണ്ടോ. നമ്മൾ വാങ്ങിക്കുമ്പോൾ ഉള്ള ആ ഒരു ഗ്ലേസിങ് എല്ലാം കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ യൂസ് ചെയ്യുന്ന ഇത് 3 ടൈപ്പിലായിട്ടുള്ള ഓരോ കാര്യങ്ങളാണ്. അതായത് സോൾട്ടാണ് ഒന്ന് യൂസ് ചെയ്യുന്നത്. സോൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വാഷിങ്ങിന് യൂസ് ചെയ്യുന്ന സോൾട്ട് ഉണ്ട്, അതുപോലെ തന്നെ റിൻസൈഡും അതുപോലെ ഡിറ്റർജൻറ്റും ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് പാത്രങ്ങൾക്കെല്ലാം നല്ല ക്ലീനിങ്ങും അതുപോലെ തന്നെ ഗ്ലേസിങ് എല്ലാം കിട്ടാൻ വേണ്ടിയിട്ടാണ് സോൾട്ടും അതുപോലെ റിൻസൈഡെല്ലാം യൂസ് ചെയ്യണത്. അപ്പോൾ ഇതിൽ നോർമലായിട്ട് യൂസ് ചെയ്യണ നോർമൽ വാഷിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ സാധാരണ വാഷിന് യൂസ് ചെയ്യണത് ലിക്വിഡും കാര്യങ്ങളൊന്നുമല്ല ഇതിൽ യൂസ് ചെയ്യുക. അതിന് സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മൾ സ്പെഷ്യലായിട്ടുള്ള ലിക്വിഡും കാര്യങ്ങളെല്ലാം വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അതാണ് കേട്ടോ ഇതിൽ യൂസ് ചെയ്യുക. അപ്പോൾ കണ്ടോ, നമ്മൾ കേക്കിൻ്റെ ബൗളും ബീറ്ററിൻ്റെ ബൗളും കാര്യങ്ങളൊക്കെ നല്ല പുതിയ പോലെ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളത് ഇതാ ഈ ഒരു സീവയുടെ അരിപ്പയാണ് കേട്ടോ. ഇതിൽ നമ്മൾ പൊടിയെല്ലാം അരിച്ചെടുക്കുന്ന സമയത്തൊക്കെ സൈഡിലെല്ലാം നല്ല ബ്ലാക്ക് കളറിലായിട്ട് ഇങ്ങനെ പൊടി കട്ട പിടിച്ച് നിൽക്കാറുണ്ടായിരുന്നു. വാഷ് ചെയ്താലൊന്നും അങ്ങനെ പോവാറില്ല കേട്ടോ. പക്ഷേ ഇതിൽ വാഷ് ചെയ്തതിൻ്റെ ശേഷം അതെല്ലാം നല്ല രീതിയിൽ തന്നെ ക്ലീനായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. സൈഡിലെല്ലാം ഉള്ളതെല്ലാം പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും നല്ല രീതിയിലാണ് നമുക്കിത് വാഷ് ചെയ്തിട്ട് കിട്ടുന്നത്. അപ്പോൾ ഈ എല്ലാവരുടെ ഡൗട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ യൂസ് ചെയ്തിട്ട് ഇത് വാങ്ങിച്ചിട്ട് വല്ല കാര്യമുണ്ടോ, എന്നാലും നമ്മൾ നല്ല രീതിയിൽ തന്നെ വാഷ് ചെയ്തെടുക്കണ്ടേ എന്നൊക്കെ വിചാരിക്കും. അതുപോലെ തന്നെ ചിലപ്പോൾ ക്ലീൻ ആവുന്നുണ്ടാവില്ല എന്നൊക്കെ. പക്ഷെ നന്നായിട്ട് തന്നെ ക്ലീനായി കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ഇതിൽ എങ്ങനെയാണ് പാത്രങ്ങളെല്ലാം വാഷ് ചെയ്യാൻ വെച്ചിട്ടുള്ളത് എന്നുള്ളത് കാണാം. ഇതുവരെ കണ്ട് നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷമുള്ളതാണ്. ഇപ്പോൾ ഞാനിവിടെ ഒരു ട്രിപ്പ് വാഷ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് നമ്മൾ പാത്രങ്ങളെല്ലാം ഇപ്പോൾ അതിലുള്ള വേസ്റ്റും കാര്യങ്ങളെല്ലാം ഒഴിവാക്കിയതിൻ്റെ ശേഷം വേണം ഇതിനകത്ത് വെച്ച് കൊടുക്കാൻ. ഒഴിവാക്കാതെയും വെച്ച് കൊടുക്കുക. പക്ഷെ താഴെ ഭാഗത്ത് ഒരു അരിപ്പുണ്ട്. ആ അരിപ്പ് അരിപ്പയിലെല്ലാം ഈ വേസ്റ്റ് പോവും. അത് ഡെയിലി എടുത്ത് ക്ലീൻ ചെയ്യേണ്ടി വരും കേട്ടോ. ആ കാര്യം മറക്കാതെ ചെയ്യണം. പക്ഷേ ഏറ്റവും നല്ലത് നമ്മൾ വാഷ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ പാത്രങ്ങളെല്ലാം കമിഴ്ത്തിയിട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. നമ്മൾ എപ്പോഴും കമിഴ്ത്തിയിട്ട് വേണം വെച്ച് കൊടുക്കാൻ. എന്നാലും അതിനുള്ളിലെല്ലാം വെള്ളം കയറിയിട്ട് സ്പ്രേ ഒരു ഫോഴ്സിലായിട്ട് വെള്ളം വന്നിട്ട് അങ്ങനെയാണ് കേട്ടോ അത് വാഷ് ആവണത്. അപ്പോൾ അത് ക്ലീൻ ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് പുട്ടുണ്ടാക്കിയിട്ടുള്ള പുട്ടിൻ്റെ ആ ഒരു കുറ്റിയാണ് കേട്ടോ. അപ്പോൾ ഇതിലെല്ലാം ഉണങ്ങിക്കടിച്ചിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ സോക്ക് ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ ഇപ്പോൾ ഇതെല്ലാം എങ്ങനെ ക്ലീൻ ആവുക എന്നുള്ളതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ പൊടി നമ്മൾ എന്താ പറയുക, പൊടി വാട്ടൂലേ, അപ്പോൾ അതെല്ലാം പാത്രത്തിൽ ഒട്ടി പിടിച്ചിട്ടുണ്ടായിരിക്കും. അതെല്ലാം എങ്ങനെ പോവാന്നുള്ളതൊക്കെ കാണാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് വാട്ടിയിട്ടുള്ള എൻ്റെ പാത്രമാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് വെള്ളം ഒഴിച്ച് വെച്ചിട്ടോ ഒന്നുമില്ല, അങ്ങനെയുള്ളതാണ്. ഇപ്പോൾ നല്ല പിന്നെ അതുപോലെ കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുള്ളതാണ് നമ്മളിപ്പോൾ കേക്കിൻ്റെ പാത്രങ്ങളെല്ലാം വാഷ് ചെയ്യാൻ കഴിയുമോ എന്നുള്ളത്. അപ്പോൾ അത് കേക്കിൻ്റെ കേക്ക് ടിന്നെല്ലാം ഒരു അലൂമിനിയം കോട്ടിങ് വന്നിട്ടുള്ളതാണല്ലോ. അപ്പോൾ അതും വാഷ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ വാഷ് ചെയ്യണുണ്ട്. നല്ല ക്ലീൻ ആയിട്ട് അതിലുള്ള കറകളും എല്ലാം പോകുന്നുണ്ട് കേട്ടോ പാത്രത്തിൻ്റെ ബാക്കിലുള്ള. ഇപ്പോൾ ഇത് ബേക്ക് ചെയ്തിട്ടുള്ള പാത്രമാണ്. അപ്പോൾ അതിൻ്റെ താഴെ ഭാഗത്തായിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഇങ്ങനെ ക്ലീൻ ആവുക എന്നുള്ളത് കാണാം കേട്ടോ.
അപ്പോൾ അത് എന്താ പറയുക, അപ്പോൾ ഈ അലുമിനിയം പാത്രങ്ങളെല്ലാം നമുക്ക് വാഷ് ചെയ്യാൻ വെക്കട്ടോ, ഒരു കുഴപ്പമില്ല. പക്ഷേ അതിൻ്റെ ആ ഒരു കോട്ടിങ് പോവാൻ ചാൻസ് ഉണ്ട്, അങ്ങനെയാണ് അവർ പറഞ്ഞിട്ടുള്ളത്. എന്നാലും ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ, കാരണം അതിൻ്റെ ആ പുറത്ത് ബാക്ക് സൈഡിലുള്ള അപ്പോൾ ഈ അടിഭാഗത്തുള്ളൊക്കെ കറ ഒന്ന് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ നമുക്ക് ഇപ്പോൾ എന്താ പറയുക, തിരക്കുള്ള സമയത്ത് അങ്ങനെയൊക്കെ വെച്ച് പോവും, വെച്ചെന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. പാത്രത്തിന് കംപ്ലയിൻറ്റ് വരിക അത്രയേ ഉള്ളൂ. പിന്നെ അതാ ഇപ്പം താഴെ ഭാഗത്തായിട്ട് ഒരു ഫാൻ വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു ലീഫ് പാത്രത്തിൽ തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. മുകളിലുള്ള പാത്രത്തിലും എന്തെങ്കിലും താഴോട്ട് ഇറങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ ലീഫ് കറങ്ങൂല, അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് 2 ട്രേയും നിറയെ പാത്രങ്ങളാക്കി കമഴ്ത്തി വെച്ചിട്ടുണ്ട്. ഒരു പാത്രത്തിൻ്റെ ഉള്ളിലേക്കും വെള്ളം തട്ടാതിരിക്കരുത്, ആ രീതിയിൽ വേണം. എല്ലാത്തിൻ്റെ ഉള്ളിലും വെള്ളം തട്ടണം, ആ രീതിയിൽ വേണം കേട്ടോ വെച്ച് കൊടുക്കാൻ. പിന്നെ ഇതിൻ്റെ ഡോറിൻ്റെ ഭാഗത്തായിട്ടാണ് ഡിറ്റർജൻറ്റ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിനുമായിട്ട് ഒരു സ്പേസ് ഉണ്ട് കേട്ടോ, അതിനകത്തേക്ക് ഡിറ്റർജൻറ്റ് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ സൈഡിലായിട്ട് തന്നെ എന്താണ് റിൻസൈഡ് ഒഴിക്കാനുള്ള ഒരു സ്പേസ് കൂടി ഉണ്ട്. അവിടെ നമ്മൾ ഓൾറെഡി റിൻസൈഡ് ഒഴിച്ചിട്ടുണ്ട്. അത് ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 മാസത്തിനൊക്കെ അതിലുണ്ടായിരിക്കും കേട്ടോ. എന്നിട്ട് പിന്നെ ഞാൻ ഓൺ ചെയ്ത് കൊടുക്കുകയാണ്. ഓൺ ചെയ്തു. ഇനി നമുക്കിപ്പോൾ മുകളിൽ ഒരൊറ്റ റാക്കിൽ പാത്രങ്ങളുള്ളൂ എന്നുണ്ടെങ്കിൽ ഓഫാക്കി കൊടുക്കാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ 2ലും മാക്സിമം നമ്മൾ 2ലും വെച്ച് കൊടുക്കുക, കുഴപ്പമൊന്നുമില്ല. അത്രയും പാത്രങ്ങൾ ആവണ വരെ അവിടെ വെക്കുക, എന്നിട്ട് പിന്നെ ഒന്നിച്ചിട്ട് വാഷ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പം ഓരോ ഓപ്ഷൻസും ഓരോ കാര്യങ്ങളാണ്, എത്ര മണിക്കൂർ വേണം എന്നുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ നോർമൽ വാഷിനായിട്ട് 3 hours ആണ് വരുന്നത്. അപ്പോൾ അതവിടെ ഞാൻ സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ എന്താ പറയുക, ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ രീതിയിലാണ് സംഭവം, ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നത്. സിമ്പിളാണ് ഇതിൻ്റെ മേക്കിങ് എല്ലാം, എന്താ പറയുക, യൂസ് ചെയ്യണ മെത്തേഡെല്ലാം സിമ്പിളാണ് കേട്ടോ. അതുപോലെ തന്നെ നല്ല രീതിയിലെല്ലാം വാഷ് ചെയ്തിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ ഓരോ പാത്രങ്ങളായിട്ട് എടുത്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് വാഷ് ചെയ്തതിൻ്റെ ശേഷമുള്ളതാണ്. അപ്പോൾ ഇത് ഉള്ളിലെല്ലാം വൃത്തിയായിട്ടുണ്ട്. അതിൻ്റെ ബാക്ക് സൈഡ് ഇനി നമ്മളിപ്പോൾ അലുമിനിയം പാത്രത്തിൻ്റെ ബാക്ക് സൈഡ് ക്ലീൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് വെള്ളം തട്ടണില്ലല്ലോ, പക്ഷെ അവിടെ സോക്കായിട്ട് ഇരിക്കണ്ടാവും. ഉരതി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ക്ലീൻ ആവും കേട്ടോ. ഇപ്പോൾ ബേക്ക് ചെയ്തിട്ടുള്ള പാത്രമാണ്, അതിൻ്റെ ഉൾവശമൊക്കെ നല്ല, അപ്പോൾ അതിനകത്ത് ഉണങ്ങി നിന്നിരുന്നതെല്ലാം ക്ലീനായി വന്നിട്ടുണ്ട്. പിന്നെ അതായത് ഇതുപോലെ ബാക്ക് സൈഡിലായിട്ട് എന്തെങ്കിലും അടയാളുണ്ടെങ്കിൽ അത് ബാക്കിലേക്ക് വെള്ളം തട്ടാത്തതുകൊണ്ടാണ്. അപ്പോൾ അത് നമ്മളൊന്ന് കമ്പിയൊക്കെ വെച്ചിട്ടൊന്ന് ഉരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ക്ലീൻ ആവും കേട്ടോ. ഉൾവശമൊക്കെ നല്ല ക്ലീൻ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ഗ്ലാസ്സൊക്കെ കണ്ടോ, പുതിയ ഗ്ലാസ് പോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഓഫായ ഉടനെയാണ് ഞാനിത് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ പാത്രങ്ങളെല്ലാം നല്ല ചൂടായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. ചൂട് വെള്ളത്തിലൊക്കെ വാഷ് ചെയ്തിട്ടാണ് വരുന്നത്. ഇനി നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്ന എന്താണ് പൊടി വാട്ടിയിട്ടുള്ള പാത്രമാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ താഴെ ഭാഗം ക്ലീൻ ചെയ്യണമെങ്കിൽ നമ്മളിതുപോലെ കമിഴ്ത്തി ഇങ്ങനെ ഓപ്പോസിറ്റായിട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ താഴെ ഭാഗം ക്ലീൻ ആവും. ഇപ്പോൾ ഉള്ളിലെല്ലാം പൊടിയെല്ലാം പറ്റി പിടിച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ അങ്ങനത്തെ ഒരു പാത്രമാണെന്നേ തോന്നണില്ല. ഉള്ളെല്ലാം നല്ല വൃത്തിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കണ്ടോ. ചായ ഉണ്ടാക്കിയാലൊക്കെ നമുക്ക് ചായൻ്റെ കറൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ ചെയ്യുന്ന സമയത്ത്. അതുപോലെ കപ്പിൻ്റെ അകത്തൊക്കെ ചായൻ്റെ കറ ഉണ്ടായിരുന്നു, അതെല്ലാം പോയിട്ടുണ്ട്. പിന്നെ എന്താണ് നമ്മളിപ്പോൾ പുട്ടുകുറ്റിൻ്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കണ്ടോ പറ്റി പിടിച്ചതെല്ലാം പോയിട്ടുണ്ട് കേട്ടോ. നല്ല ക്ലീൻ ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ പ്രത്യേകം സെപ്പറേറ്റ് കാണിച്ചു തരുന്നത്. ഇത് ചിലവർ എന്നോട് പറയണത് വെറുതെ വാങ്ങിച്ചതല്ലേ, കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഉപയോഗമൊന്നും ഉണ്ടാവാതെ ഒരു ഭാഗത്ത് വെറുതെ സ്പേസ് കളയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഇത് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവം തന്നെയാണ്. പ്രത്യേകിച്ച് ഹോം ബേക്കേഴ്സിന് അത്രയും പാത്രങ്ങളെല്ലാം വാഷ് ചെയ്യാനുണ്ടായിരിക്കും. മെയിനായിട്ട് കേക്ക് ചെയ്യണതിനേക്കാളും ഒരുപാട് ബുദ്ധിമുട്ടായി തോന്നിയിട്ടുള്ള പാത്രങ്ങൾ കഴുകണത് കാര്യത്തിലാണ് കേട്ടോ. ചിലപ്പോൾ നമുക്ക് 1 മണിക്കൂറൊക്കെ പാത്രം കഴുകാൻ എടുക്കും, അത്രയും പാത്രങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇതിനകത്ത് ഇടാൻ പറ്റാത്ത പാത്രങ്ങൾ മാത്രമേ ഇപ്പോൾ വാഷ് ചെയ്യേണ്ടുള്ളൂ, ബാക്കിയെല്ലാം ഞാൻ ഇതിനകത്തിട്ടിട്ട് തന്നെ വാഷ് ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ ഇത് ബേക്കേഴ്സിന് മാത്രമല്ല ഞാൻ പറയണത്, എല്ലാവർക്കും യൂസ് ചെയ്യാം കേട്ടോ. കാരണം ജോലിക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും ഇങ്ങനെ ഒരു ഡിഷ് വാഷർ വാങ്ങിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ. എല്ലാം ഒരുപാട് സമയം ലാഭിക്കാം. അപ്പോൾ ഇത്രയാണ് കേട്ടോ എനിക്ക് ഈ ഡിഷ് വാഷറിനെ പറ്റിയിട്ട് പറയാനുള്ളത്. എന്തായാലും വാങ്ങിക്കാൻ താല്പര്യമുള്ളവരൊക്കെ വാങ്ങിക്കുക. ഒരിക്കലും ഇതൊരു വേസ്റ്റ് ആയിട്ട് കാണണ്ട, വാങ്ങിച്ചാൽ അത്രയും നമുക്കിത് യൂസ്ഫുൾ ആണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ബേക്കേഴ്സൊക്കെ പാത്രം കഴുകി ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ അവർക്ക് എന്തായാലും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് പുതിയ വിശേഷമൊക്കെ ആയിട്ട് കാണാം. താങ്ക് യു.